നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും, രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും, മൂന്നാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. വാർത്തകൾ വിശദമായി. കക്കാട് കരിമ്പിൽ അണ്ടർപാസിന് സമീപമുള്ള സർവീസ് റോഡിലെ ഹമ്പുകൾ നീക്കം ചെയ്ത് ദേശീയപാത അധികൃതർ. ഹമ്പുകൾ നീക്കം ചെയ്തതോടെ പ്രദേശത്ത് വാഹനാപകടങ്ങളും അരങ്ങേറി. ഇതോടെ ഹമ്പുകൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സർവീസ് റോഡുകൾ റബ്ബറൈസ്ഡ് ടാറിംഗ് നടത്തിയപ്പോൾ ഹമ്പുകൾ നീക്കം ചെയ്തത്. ഇതോടെ വാഹനങ്ങൾ അമിതവേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അപകട സാധ്യത കുത്തനെ കൂടി. ഞായറാഴ്ച ഉച്ചയ്ക്ക് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 2 അപകടങ്ങളാണ് ഇവിടെ നടന്നത്. ഇതാണ് ആശങ്ക വർദ്ധിപ്പിച്ചത്. ഉച്ചയ്ക്ക് 11 മണിയോടെ കോട്ടക്കൽ ഭാഗത്തു നിന്ന് കക്കാട്ടേക്ക് വരുന്ന സർവീസ് റോഡിൽ ഒരു കാറും ബസ്സും കൂട്ടിയിടിച്ചു. 1 മണിയോടെ മറ്റൊരു കാറും ഇരുചക്ര വാഹനവും തമ്മിൽ ഇടിച്ചു. ഭാഗ്യവശാൽ ഇരു അപകടങ്ങളിലും യാത്രക്കാർക്ക് ഗുരുതര പരിക്കുകൾ ഒഴിവായി. എങ്കിലും പ്രദേശത്തെ അപകട സാധ്യത ഇതിലൂടെ വ്യക്തമാവുകയാണ്. സർവീസ് റോഡിൽ ഹമ്പുകൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ TP ഇമ്രാൻ ദേശീയപാത അധികൃതർക്ക് നിവേദനം നൽകി. അണ്ടർപാസിന് സമീപം സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് അടിപ്പാതയിലൂടെ പെട്ടെന്ന് കടന്നുവരുന്ന മറ്റു വാഹനങ്ങളെ കാണാൻ സാധിക്കാത്തതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്ന് TP ഇമ്രാൻ ചൂണ്ടിക്കാണിച്ചു. ഹമ്പുകൾ ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ നിയന്ത്രണാതീതമായ വേഗത്തിലാണ് വരുന്നത്. ഇത് കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കരിമ്പിൽ സർവീസ് റോഡിൻ്റെ അവിടെ ഇന്ന് 2 ആക്സിഡൻറ്റുകളാണ് നടന്നിട്ടുള്ളത്. മുമ്പ് ഇവിടെ 2 ഭാഗത്തും അമ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പുതിയതായിട്ട് ഈ സർവീസ് റോഡ് പൂർണ്ണമായിട്ടും ഈ അതിൻ്റെ ടാറിങ്ങും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അമ്പ് ഇവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ വാഹനങ്ങൾ അമിത വേഗതയിൽ വരികയും അണ്ടർപാസിലൂടെ വരുന്ന വാഹനങ്ങൾ അപ്പുറത്ത് വാഹനം ഉണ്ടോയെന്ന് നോക്കുമ്പോൾ ഇത് അപ്പോൾ ഈ വണ്ടി അമിത വേഗതയിൽ വരുന്നത്. അപ്പോൾ ഇത് അപകടത്തിന് ക്ഷണിച്ചു വരുന്നത് തുല്യമാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ഇത് അപകടം ഉണ്ടാവുക എന്നൊരു സാഹചര്യം ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് VK മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ ആക്സിഡൻ്റായി മരണപ്പെട്ടു. മറ്റൊരാളുടെ കാല് മുറിച്ച് മാറ്റേണ്ടി വന്നു. അതിൻ്റെ ശേഷമാണ് ഇവിടെ അമ്പുകൾ വന്നത് ഈ സർവീസ് റോഡിൽ. ഇപ്പോൾ ഈ അമ്പുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഉടനടി ഈ അമ്പുകൾ പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് ഇന്ന് ദേശീയപാത അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ വിഷയം വളരെ ഗുരുതരമാണ്. കാരണം വെച്ചാൽ സ്കൂൾ കുട്ടികൾ, അതുപോലെ ഈ കരിമ്പിൽ TM മദ്രസയിലേക്ക് പോകുന്ന ചെറിയ കുട്ടികളൊക്കെ ഇതിലൂടെ കടന്നു പോകുന്നതാണ്. പ്രായമായ സ്ത്രീകൾ അവരൊക്കെ. അപ്പോൾ ഇത് നേരെ വണ്ടി അമ്പില്ലാത്തതുകൊണ്ട് അമിത വേഗതയിൽ വരുമ്പോൾ അത് വലിയൊരു വിഷയമാണ്. അപ്പോൾ അത് ഉടനെ പരിഹരിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്. അടിയന്തരമായി സർവീസ് റോഡിൽ ഹമ്പ് സ്ഥാപിക്കണമെന്നും ഹമ്പ് നീക്കം ചെയ്തതിന് പിന്നാലെ വാഹനാപകടം പതിവായി എന്നും അടിപ്പാതയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കാത്തതാണ് അപകട കാരണമെന്നും ഹമ്പ് നീക്കം ചെയ്തതോടെ വാഹനങ്ങളുടെ വേഗത കൂടിയെന്നും സന്നദ്ധ പ്രവർത്തകൻ താണിക്കൽ അബ്ദുൾ സമദ് പറഞ്ഞു. നമ്മൾ കാച്ചടി കരിമ്പിൻ്റെ ഇടയിലുള്ള ഈ അണ്ടർപാസിൽ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഒരു 2 സൈഡിലും അമ്പ് സ്ഥാപിക്കണം. കാരണം ചിലപ്പോൾ ഈ റീടാറിങ് കഴിഞ്ഞപ്പോൾ സകല എല്ലാ ഭാഗങ്ങളിലും അമ്പെടുത്ത് ഒഴിവാക്കിയാണ്. അപ്പോൾ ഈ ഇന്നിപ്പോൾ ഇവിടെ ആക്സിഡൻ്റ് ആയിട്ട് കാറും പിന്നെ ഒരു ബസ്സും കാറും ഒക്കെ ആക്സിഡൻ്റായി. അപ്പോൾ ഈ അണ്ടർപാസിൽ നിന്ന് വണ്ടികൾ വന്ന് കയറുമ്പോൾ അവർക്ക് കാണാൻ ബസ് മെയിൻ റോഡിൽ വരുന്ന വണ്ടികൾ കാണാൻ പറ്റണില്ല, സർവീസ് റോഡിൽ വരുന്ന വണ്ടികൾ. അപ്പോൾ അവർ കയറി പിന്നെ കാണുമ്പോൾ തട്ടിൽ കയ്യാണ്. അപ്പോൾ അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം? അമ്പ് നിർമ്മിക്കൽ അത്യാവശ്യമാണ്. കാരണം മദ്രസ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, പിന്നെ ചെറു വണ്ടികൾ ഒക്കെ ആക്സിഡൻറ്റ് പെട്ടുപോവാണ് ഈ അമ്പില്ലാത്ത കാരണത്താൽ. അപ്പോൾ അമ്പ് സ്ഥാപിക്കൽ നിർബന്ധമാണ്. അതിൻ്റെതായ അധികാരികൾ അതിന് ഗൗരവമെടുത്തിട്ട് പ്രദേശവാസികളുടെ സുരക്ഷ മുൻനിർത്തി കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ ദേശീയപാത അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഹമ്പുകൾ പുനഃസ്ഥാപിക്കുന്നത് അപകട നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.